ഹലോ, അപ്പോൾ നമുക്കിന്ന് നല്ല നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമുക്കതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഹോം മെയ്ഡാണ്. ചില്ലി ഫ്ലേക്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മസാലകളൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെത്തോലി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നമ്മുടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് നമുക്ക് പിന്നെ ഹോം മെയ്ഡ് ചില്ലി ഫ്ലേക്സും എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മസാല എല്ലായിടത്തും പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു ഹാഫ് അവർ വച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇരുന്നത് കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ തന്നെ നമുക്ക് കിട്ടും. നല്ല സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സച്ചോട്ടിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.